ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് ഈ കാണിക്കുന്നത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ എൻ്റെ അഡീനിയത്തിൻ്റെ ചെടികളാണ് കേട്ടോ. മൾട്ടിപെറ്റൽ ഗ്രാഫ്റ്റഡ് അഡീനിയാണ് ഇവയെല്ലാം. ഇതിപ്പോൾ ഞാൻ ഒരു 26 ചെടികളാണ് ഞാൻ ഓൺലൈനിൽ നിന്നും വാങ്ങിയത്, ഒരു സെല്ലറുടെ കയ്യിൽ നിന്നും. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതിലൊക്കെ പൂമുട്ടുകളും ഒക്കെ വന്നു തുടങ്ങി. ഈ കാണിക്കുന്ന ചെടികളെല്ലാം 95 രൂപയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതുവരെ ഞാൻ ആദ്യം ഫസ്റ്റ് 3 മാസമായി ഇവ വാങ്ങിയിട്ട്. ഇത് 2 മാസമായിട്ടുള്ള ചെടികളാണ്. മൾട്ടിപെറ്റൽ ഗ്രാഫ്റ്റഡ് അഡീനിയമാണ്. ഇതിൽ ശരിക്ക് ഇലകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. പലതിൻ്റെയും വളർച്ച പല വിധമാണ്. ചിലതിൽ നല്ല രീതിക്ക് ഇലകളും എല്ലാം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിലൊക്കെ നല്ല രീതിക്ക് ഇലകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. ഇവയെല്ലാം 2ാമതായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ ഇവ നട്ട് വെച്ചിട്ട്. നല്ല രീതിക്ക് തന്നെ വളർന്നു നിൽക്കുന്നുണ്ട്. കണ്ടോ, നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെ. ഇവയൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നും വാങ്ങിയ മൾട്ടിപെറ്റൽ ഗ്രാഫ്റ്റഡ് അഡീനിയങ്ങളാണ് കേട്ടോ. ഇവയെല്ലാം മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഡിലായിട്ട് വെച്ചതാണ്. ഇതിൻ്റെ നല്ല രീതിക്ക് പൂവിടാനും അതുപോലെ കോഡെക്സ് പെട്ടെന്ന് വളർന്ന് വലുതാവാനും നല്ല വലിപ്പം വെക്കാനുള്ള ഒരു പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഹോം മെയ്ഡ് പോട്ടിംഗ് മിക്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സ് എന്താണെന്ന് കണ്ടു നോക്കാം. ഈ പോട്ടിംഗ് മിക്സ് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ഈ ചാരാണ് കുറച്ചെടുക്കുന്നത്. അതുപോലെ ഇത് കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതും കുറച്ച് എടുക്കാം. അതുപോലെ ഇത് പഴത്തൊലി ചെറുതാക്കി കട്ട് ചെയ്ത് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും ഇതിലേക്ക് കുറച്ച് മിക്സ് ചെയ്യാണ്. അതുപോലെ ഇത് മുട്ടയുടെ ഷെല്ലുണ്ടല്ലോ, മുട്ടത്തോട്, ഈ മുട്ടത്തോട് പൊടിച്ചതാണ്, കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. കുറച്ച് എല്ലുപൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നാക്കി എല്ലാതും കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഈ പോട്ടി മിക്സ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു എടുത്തിട്ടുണ്ട്. ഈ ഒരു വളം നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ ഇതിൻ്റെ കോഡെക്സ് പെട്ടെന്ന് വളർന്നു കിട്ടാനും നല്ലൊരു പോട്ടി മിക്സാണിത്. ഇനി നമുക്കിത് ചെടിയുടെ ചുവട്ടിൽ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഈ പോട്ടി മിക്സ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചെടിയുടെ ചുവടൊന്ന് മണ്ണൊന്ന് ഇതിന് കോഡക്സിനോട് ചേർത്തിട്ട് ഈ മണ്ണൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ചെടിയിലെയും മണ്ണിനെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. കോഡക്സിനോട് ചേർന്ന് ഇത് ഇട്ട് കൊടുക്കാതെ ഈ സൈഡിലൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണിനെ ഒന്ന് നമ്മൾ കയറ്റി വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ സൈഡിലൂടെയാണ് നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഒന്ന് മണ്ണൊന്ന് വകഞ്ഞ് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം.
ഈ മണ്ണ് പകഞ്ഞ് മുകളിലേക്ക് ആക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഈ കോഡെക്സിലൊന്നും തട്ടി മുറിവൊന്നും ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിവ് വന്നാൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ കോഡെക്സിന് ഒന്നും തട്ടാത്ത രീതിയിൽ വേണം നമ്മളിത് മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ച ഈ പോട്ടി മിക്സ് ഈ ചെടിയുടെ ഈ ചട്ടിയുടെ സൈഡിലൂടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഈ ഒരു പോട്ടി മിക്സ് കുറച്ച് കൂടുതൽ കൊടുത്താലും വലിയ കുഴപ്പമൊന്നും വരില്ല. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മണ്ണൊന്ന് ഇതുപോലെ വകഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. ഇങ്ങനെ എല്ലാ ചെടികളിലുടെയും സൈഡിലൂടെ നമുക്കൊന്ന് ഈ പോട്ടി മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പോട്ടി മിക്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ചെറിയ രീതിയിൽ ഈ ചെടിയൊന്ന് നനച്ചും കൂടെ കൊടുക്കുക. ഇങ്ങനെ ചെറിയ രീതിക്കൊന്ന് നനച്ചും കൂടെ കൊടുത്താൽ നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയുള്ള നല്ല കളറോട് കൂടിയ പൂക്കളും നല്ല വലിയ കോഡെക്സുമായിട്ട് നമുക്ക് ഈ ചെടി കിട്ടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.